എന്താടാ മോഷ്ടിച്ച് തിന്നാൻ? വിശന്നിട്ടാ ചേട്ടാ, ഒരാഴ്ച വല്ലതും കഴിച്ചിട്ട്. ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവര് സഞ്ചി പരിശോധിക്കേ. ചേട്ടാ, അതിനകത്ത് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചു പോയി. ഞങ്ങൾ നോക്കട്ടെ. ഇതെന്താത്? മഞ്ഞപ്പൊടി മുളകൂടിയ? ഇതെന്താ മൊബൈലിന്റെ ചാർജറോ? അത് വഴിയെ കിടന്ന് കിട്ടിയതാ ചേട്ടാ. ആ ഇതിരിക്കട്ടെ, എന്റെ ചാർജർ കംപ്ലൈന്റാ. മോനെ, അമ്മയ്ക്ക് വയ്യടാ, നമുക്ക് പോകാം. ഓ, ഒന്ന് അടങ്ങിയിരിക്കുന്നേ. ഇത്തിരി വൈകി ചെന്ന് വെച്ച് ഡോക്ടർ എങ്ങോട്ട് പോകില്ല. പക്ഷെ ഇവനെ പോയിട്ടാ പിന്നെ കിട്ടില്ല. ആടാ, ഇവിടെ ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. നീയാണെങ്കിൽ പാടാ, രണ്ടെണ്ണം കൊടുത്തിട്ട് പോ. അതൊരു രസമല്ല. ഓക്കെ ഓക്കെ. ഞങ്ങളെ പോലെ കുറച്ച് മാന്യന്മാരിവിടെ കാവൽക്കാരോടൊപ്പോ ഒരു കള്ളന്മാരിവിടെ ജീവിക്കില്ലടാ, അല്ലടാ? ഓ പിന്നല്ലാതെ. തോമസ് ഏട്ടാ, ഒന്ന് നേരെ പിടിച്ചേ, ഒരു സെൽഫി എടുക്കട്ടെ. മോനെ, അവനെ വിട്ടേക്കടാ, നമുക്ക് പോകാം. തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ധൃതിയാണല്ലേ, അവിടെ ഒറ്റയ്ക്ക് പൊക്കോ. എന്താ മോനെ ഇത്? അവനൊരു പാവല്ലേ, അവനെ വിട്ടേക്ക്. ഒന്ന് മാറിക്ക് തള്ളേ. ഇവന് പണി ചെയ്യുന്നുണ്ട്. പോലീസിനെ വിളിച്ചേക്ക്. വേണ്ട ഏട്ടാ, ഇട്ടേക്ക്. ഈ മാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പിന്നെ വലിയ കൊല്ലാപ്പാവും. ആ അത് ശരിയാ, നല്ല അടി കൊടുത്തിട്ട് വിട്ടേക്കാം. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാനിനി ചെയ്യില്ല. പിന്നെ ഈ നാട്ടിൽ കണ്ടുപോകുന്നത്. മതിയെടാ മതി. ചത്ത് കഴിഞ്ഞല്ലേ പിന്നെ ഇവന് വേണ്ടിയൊക്കെ സംസാരിക്കാൻ 1000 പേരുണ്ടാകും. വിട്ടേക്ക്. ഓ, ഈ അമ്മ ഇവിടെ എന്ത് നോക്കിക്കാ, വരുന്നില്ലേ? വാ ഇങ്ങോട്ട്. മോനെ, പതുക്കെ. മോനെ, നീ ഇത് എവിടെയായിരുന്നു? കഴിക്കാനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. എനിക്ക് വിശക്കുന്നു. മോനെ, മോന്റെ മുഖത്ത് എന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പോ ഇവിടെയൊന്നും കടയില്ലായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ പോയ മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ടാ അമ്മയ്ക്ക് ഞാൻ പലഹാരം വാങ്ങിയിട്ടുണ്ട്. ദാ അമ്മ കഴിക്കി. നീ കഴിച്ചോടാ? ആ, ഞാൻ കഴിച്ചു. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരമ്മ. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിക്കി. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരസുഖമില്ല, വെറുതെ ഓരോരോ തോന്നലേ. ഇത് കൂടി കഴിക്കമ്മ. മോനും കഴിക്ക്. നിന്റെ അമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചേ? അപ്പൊ നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കോ? എന്താ നിങ്ങൾ ആരും ചോദിക്കാതിരുന്നേ? വിശന്നിട്ടാണോ മോഷ്ടിച്ചേന്ന്? ഒരാഴ്ചയെ എന്റെ അമ്മയെ ഞാൻ വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോവാൻ മടിയായിട്ടില്ല. എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്, അതുകൊണ്ടാ ഞാൻ. പക്ഷെ എന്റെ സുഖമില്ലാത്ത അമ്മ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റും. വലിയ ജീവിതമൊന്നല്ലെങ്കിലും മനോഹരമായ ഈ ഭൂമിയിൽ എനിക്ക് ജനിക്കാൻ അവസരം തന്നത് എന്റെ അമ്മയല്ലേ. താനോട് ക്ഷമിക്കണം. താനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഹൃദയത്തെ കുറിച്ചോർത്ത് സാറ് വിഷമിക്കണ്ട. അതിനൊന്നും സംഭവിക്കില്ല. കാരണം അതിനകത്ത് എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ മാത്രം. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ എനിക്ക് ചെയ്തത്. ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യം
ഈ ലോകത്തെ കൂടുതൽ നന്മയുള്ളതും നീതിയുള്ളതുമാക്കി തീർക്കുന്നു എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്കിന്ന് പ്രചോദനമാകട്ടെ. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിൻ്റെ വാക്കുകൾ നമ്മിൽ എന്നും മുഴങ്ങട്ടെ. വിശുദ്ധ മദർ തെരേസയെ ഓർക്കുന്ന ഈ ദിനം ആ അമ്മയിൽ കണ്ടതും ഈ കരുണയുടെ മുഖമാണ്. മറ്റുള്ളവരിൽ ഈശോയെ കണ്ട് അവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഏറ്റെടുത്ത് അവരെ ശുശ്രൂഷിക്കുന്ന അമ്മ തെരേസയുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ. അതിനുവേണ്ട അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ആശംസകളോടെ ഈ സ്കിറ്റ് സമാപിക്കുന്നു. നന്ദി.